welcome back to my YouTube channel. Today I am with my room tour video. ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു റൂം ടൂർ വീഡിയോ ചെയ്യാൻ. ഇത്രയും നാളായിട്ട് ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ റൂം വൃത്തിയാക്കും, ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് മൊത്തം അലമ്പാക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇതുവരെ റൂം ടൂറിൻ്റെ ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും അത് ഒതുക്കി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. റൂമിൻ്റെ സൈഡിൽ ഞാൻ പേപ്പർ കപ്പ് വെച്ച് ചെയ്ത ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഡോറാണ്. ഡോറിൽ ഫസ്റ്റ് മിഡിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എയുടെ ഒരു ഡോറിൻ്റെയൊക്കെ. പിന്നെ മുകളിൽ ഒരു വെൽക്കം എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെയും ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളർ പേപ്പർ യൂസ് ചെയ്ത് ഹേർട്ട് ഷേപ്പിലൊക്കെ മുറിച്ചൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ബട്ടർഫ്ലൈ, ഒരു പീച്ച് കളർ ബട്ടർഫ്ലൈ, അങ്ങനെ ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ്റെയും യശോദയുടെയും ഒരു പടമുണ്ട്. പിന്നെ താഴെയായിട്ട് ഒത്തിരി വട്ടത്തിൽ ഒട്ടിച്ച് വെള്ള പേപ്പർ മുറിച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ മൈ ഡ്രീം വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫറിൻ്റെ ബാഗാണ്, ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇപ്പോൾ ഡോർ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തിൻ്റെ കനോപ്പി ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില സമയത്ത് എക്സാം വേണ്ടി എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ താഴെ തന്നെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള കുഷൻ ഉണ്ട്, അതിൽ ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കനോപ്പിയുടെ പുറകെ തന്നെ ഞാൻ വരച്ച 2 പടങ്ങളുണ്ട്, ഒരു വീടിൻ്റെയും കൈപ്പത്തിയുടെയൊക്കെ. പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ ചെയ്ത DIY ഷെൽഫിൽ ചെറിയൊരു ബോട്ടിലായിട്ട് ഇട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തൊരു വോൾ ഡെക്കറുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്, ഇതെനിക്ക് എൻ്റെ ചേച്ചി വരച്ചു തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പോപ്കോണും പിന്നെ പാണ്ടാന്ന് എഴുതിയേക്കാം. അതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ DIY ചെയ്ത ഷെൽഫാണ്, അതിലൊക്കെ ഒരു സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു സർക്കിൾ പോപ്പിട്ടുണ്ട്. പിന്നെ മുകളിൽ എൻ്റെ കളിത്തോക്കും പിന്നെ 2 മണി ബാഗുകളും. പിന്നെ മേളിലൊരു ഡയമണ്ട് ഷേപ്പിലുള്ള പോപ്പിറ്റും ഉണ്ട്. ഇപ്പം ഇത്രയുള്ള ഷെൽഫിൽ. പിന്നെ മേളിൽ ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ വാങ്ങിച്ചത്, പന്ന ഗ്ലിറ്റർ പേപ്പർ ആയതുകൊണ്ട് അതുകൊണ്ടൊരു ഉപയോഗം ഇല്ലാത്തപ്പോൾ ഞാൻ മേളിൽ അതങ്ങ് ഒട്ടിച്ച് വെച്ചു. പിന്നെ ഇതെൻ്റെ മുറിയിലെ ഒരു കോർണറാണ്, ഞാൻ കോർണർ ഫുൾ ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഇവിടെ വാഷ്റൂമാണ്. പിന്നെ വാഷ്റൂമിൻ്റെ സൈഡിൽ ഈ ഭാഗത്ത് ഞാൻ ഒരു പൗഡറൊക്കെ വെച്ചുണ്ടാക്കിയൊരു പെയിൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ലതാണെന്ന്. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ ഓരോ വർഷത്തെ എൻ്റെ ഹൈറ്റ് ഞാൻ എഴുതി ഒട്ടിച്ചേക്കാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഫോമും ഗ്ലിറ്റർ ഷീറ്റും വെച്ച് ചെയ്ത ഒരു സ്കൈയുടെ ആംബിയൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള 3 സ്റ്റാർ മേഘങ്ങൾ അങ്ങനത്തെ ഒത്തിരി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലിറ്റർ പേപ്പർ വെച്ച് ചെയ്തതാണ്, അങ്ങനെ ഒത്തിരി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്കൈയുടെ ആംബിയൻസ് തോന്നിക്കാണ്ട്. പിന്നെ താഴെ എൻ്റെ ക്രാഫ്റ്റ് ടേബിളാണ്, അവിടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട്. അപ്പം ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്താണ്. ഇതെൻ്റെ പഴയ ഫോട്ടോ ആണ്, ഞാനും അമ്മയും അച്ഛനും ഉള്ളൊരു ഫോട്ടോ ആണ്. പിന്നെ മുകളിൽ തന്നെ ഞാൻ ബാലഭൂമിയുടെ കവറിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് എടുത്ത് ഒട്ടിച്ചിട്ട് ഓരോ കോഡ്സ് എഴുതിയിട്ടുണ്ട്. യു ആർ യൂണീക്ക്, ഫാമിലി ലവ്, വി ലവ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി ഒട്ടിച്ചിട്ട്. പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ച് ചെയ്ത ഒരു പടമുണ്ട്. പിന്നെ ഇതെൻ്റെ അൽമറയാണ്. അൽമറയിൽ ഫസ്റ്റ് ഇവിടെ എൻ്റെ താഴെ എൻ്റെ ക്ലോത്തും മുകളിൽ എൻ്റെ അനിയൻ്റെ പിന്നെ എൻ്റെ ഫറിൻ്റെ ബ്ലാങ്കറ്റാണിത്. ഇപ്പുറത്തും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളൂ. പിന്നെ താഴത്തെ ഷെൽഫിൽ അധികമൊന്നുമില്ല, ചാർജർ പിന്നെ കളർ പേപ്പർ അങ്ങനത്തെ പേപ്പറുകളൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ അനിയൻ്റെ കാറാണ്. അപ്പോൾ ഈ സ്റ്റഡി ടേബിളിൻ്റെയും ഈ അലമാരയുടെ ഇടയ്ക്ക് അനിയൻ്റെ കാറാണ്. പിന്നെ അവിടെ ഒരു നൈറ്റിൻ്റെ ആംബിയൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡേയുടെ ആംബിയൻസ് തോന്നുന്ന രീതിയിൽ ഒരു സണ്ണും പിന്നെ ക്ലൗഡ്സും അങ്ങനെ അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിൽ എൻ്റെ അനിയൻ്റെ ടൈം ടേബിളും എൻ്റെ ടൈം ടേബിളും ആണ്. പിന്നെ ഇവിടുത്തെ സൈഡിൽ അലമാരയുടെ സൈഡാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ അഞ്ജലി എന്ന് ഞാൻ പിങ്ക് പേപ്പർ വെച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ ഹേർട്ട് വെച്ചൊരു വോൾ ഡെക്കർ പോലെ തൂക്കിയിട്ടേക്കാണ്. പിന്നെ ബണ്ണിയുടെ പടം, പിന്നെ ബണ്ണിയുടെ ഹെഡിൻ്റെ പടം, പിന്നെ ബണ്ണി എഴുതിയേക്കുന്നതും പിന്നെ പൂക്കൾ അങ്ങനെ ഒരു പിങ്ക് കളറിൽ വെച്ച് ഒത്തിരി വരച്ചിട്ടുണ്ട്. പിന്നെ താഴെ എൻ്റെ യൂട്യൂബിൽ ഇതാണ് അഞ്ജൂസ് ക്യൂട്ട് ഐഡിയാസ്, കമൻറ്റ് ലൈക്ക് ഷെയർ, പിന്നെ ഷോർട്സിൻ്റെ സിമ്പിൾ, യൂട്യൂബിൻ്റെ സിമ്പിൾ, സബ്സ്ക്രൈബ് അങ്ങനെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ച് വരച്ചൊരു പടം തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ പണ്ട് കളിക്കുന്ന ബോക്സാണ്, അതും തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇയർഫോൺ, പിന്നെ 2 വിസിൽസ് ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ടേബിളിൻ്റെ സൈഡിൽ. പിന്നെ ഇതെൻ്റെ ക്യാക്ടസ് തോട്ടമാണ്, DIY ക്യാക്ടസ് തോട്ടം. ഇത് ഞാൻ DIY ചെയ്ത ക്യാക്ടസ് ഒക്കെ എൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബബിൾ പോകുന്ന സംഭവമാണ്. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ, ഇത്രേ ഭാഗത്താണ് ഞാൻ പഠിക്കുക അങ്ങനത്തെ സംഭവമൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഹേർട്ട് ഷേപ്പിലുള്ള വോൾ ഡെക്കറിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി സ്റ്റഡി ടേബിളിൻ്റെ വോൾ നോക്കാം.
അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നും നെവർ ഗിവ് അപ്പ് എന്നും ഒരു 2 വാൾ ഡെക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിന്. പിന്നെ ഒരു ഓൾവേസ് ബി ഹാപ്പിയും പിന്നെ ഒരു ബുക്കിൻ്റെ കവറിലെ പേജിലുള്ള ഒരു പടവും പിന്നെ 2 കിളികളുടെ പടവും അങ്ങനെ എന്നൊക്കെ ഇതിപ്പോൾ അങ്ങനെ ഒത്തിരി ഒട്ടിച്ചിട്ടുണ്ട്. റോസാപ്പൂവിൻ്റെ പടമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് ലെറ്ററായ എയുടെ ഒരു വലിയ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പമ്പരം അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ 3 പടമുണ്ട്. സ്റ്റഡി ടേബിളോട് വളരെ താഴെ എൻ്റെ കീബോർഡ് ഇരിപ്പുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞാൽ 3 ഗിൻഡിച്ചോട് കിട്ടിയ ക്യാൻഡിയാണ് അച്ഛൻ, അമ്മ, മകൻ. പിന്നെ സൈക്കിൾ ക്യാൻഡിയുടെ കൂടെ കിട്ടിയ ഒരു സൈക്കിള്. പിന്നെ മണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്പീക്കർ, തൊട്ടപ്പുറത്തിൻ്റെ സ്പീക്കർ ഇരിപ്പുണ്ട്. പിന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഡോൾഫിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ മുകളിലൊരു ഗിത്താർ ഇരിപ്പുണ്ട്. എൻ്റെ പണ്ടത്തെ ഗിത്താറാണ്, ഇപ്പോൾ വർക്കാവത്തൊന്നുമില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചൊരു കോട്ട് ചെയ്ത് ഒരു കുപ്പിയും പിന്നെ അതിനകത്ത് ഞാൻ DIY ചെയ്ത ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടോം ആൻഡ് ജെറി ബോട്ടിൽ ആർട്ട്. പിന്നെ നമ്മൾ കിൻഡർ ജോയുടെ അതിൻ്റെയൊക്കെ കൂടെ കിട്ടിയ ഗിഫ്റ്റ്സ് ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മിമ്മി, ഇത് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന കുഞ്ഞു ബോളാണ് ലൈറ്റ് എന്നത്. മീനിൻ്റെ പേര് മിമ്മി എന്നാണ്. പിന്നെ ഇവിടെ ബീഡ്സും അങ്ങനത്തെ ഓരോ കുഞ്ഞു മെർക്കുറി കല്ലും ഗോലിയും പിന്നെ എൻ്റെ ശംഖിൻ്റെ ഒരു കീ ചെയിനും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞു ബാഗാണ്. ഇതിൽ ഞാൻ പുറത്ത് ദുബായിനപ്പോഴും ഈ ഫിലിപ്പൈൻസിലൊക്കെ അവിടുത്തേക്ക് കോയിൻസ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ ആ ഭാഗത്ത്. പിന്നെ ഇത് എൻ്റെ ഫാമിലിയുടെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ അനിയൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. പിന്നെ മുമ്പ് കാണിച്ച ഡോൾഫിൻ്റെ കൂടെയുള്ള വേറെ 2 എണ്ണം. പിന്നെ കിൻഡർജോയിട്ട് കിട്ടിയൊരു മെർമെയ്ഡിൻ്റെ ടോയും ഉണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ ഭാഗത്ത്. പിന്നെ അടുത്ത സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ സ്റ്റാപ്ലർ പിൻസ്, പിന്നെ DIY പെൻസിൽ ബോക്സ്, എൻ്റെ ട്രൈപോഡ്, പിന്നെ എൻ്റെ സാനിറ്റൈസർ, 2 ഗ്ലൂവ്, പിന്നെ നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വെച്ച് ഒരു കുഞ്ഞ് ഒരു ഷെൽഫ് പോലത്തെ. അതുകൊണ്ട് മുകളിൽ എൻ്റെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്, ഞാൻ 98 ഗിഫ്റ്റ് കണ്ട. പിന്നെ എൻ്റെ മാമി ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു സംഭവം. പിന്നെ എനിക്ക് കരാട്ടയ്ക്ക് എന്നെ നല്ലോണം ചെയ്തതിന് കിട്ടിയതാണ്. പിന്നെ അപ്പുറത്ത് ഞാൻ ക്ലാസ് ടെസ്റ്റ് വാങ്ങിച്ചതിന് അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നൊരു ട്രോഫി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ വോളിൽ പിന്നെ ഇത് ഇവിടെ ഞാൻ DIY ചെയ്ത ഷോക്കേസാണ്. പിന്നെ അവിടെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഐ എം പവർഫുൾ എന്ന്, ഐ എം ബ്രേവ് എന്നൊക്കെ എഴുതി. പിന്നെ ഈ ഷോക്കേസിൽ ഒത്തിരി പൂക്കൾ, പിന്നെ ഒരു കിറ്റിയുടേത്, പിന്നെ DIY ഒത്തിരി സംഭവങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഓറഞ്ച് ഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലൊരു ഫ്ലവർ പോട്ടുണ്ട്. പിന്നെ BTSൻ്റെ ഒരു കുഞ്ഞ് പൗച്ച് ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞി പൂച്ചയുടെ കളിപ്പാട്ട് ഇരിപ്പുണ്ട്. പിന്നെ DIY ഒരു വഞ്ചി, പിന്നെ ഒരു ഇമോജിയുടെ ഒരു സ്പോഞ്ച്, പിന്നെ അങ്ങനെ ഒത്തിരി DIY ആയിട്ടുള്ള സാധനങ്ങൾ അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ അനിയൻ വരച്ച കുറച്ച് പടങ്ങളാണ് വീടിൻ്റെയൊക്കെ. അവൻ വരച്ച കുറച്ച് പടങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഞാൻ വരച്ചൊരു വട്ടത്തിലുള്ളൊരു പടവും. ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ ജനലാണ്, നല്ല തെളിഞ്ഞ ആകാശമാണ്. ഉച്ചയ്ക്ക് മുമ്പ് മഴ പെയ്ത ആകാശമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ആകാശമൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല കണക്ക് മേഘങ്ങൾ, പിന്നെ രാത്രി നക്ഷത്രമൊക്കെ നല്ല കണക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മുകളിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയ തൂക്കിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുകളിൽ ഇങ്ങനെ ഫോളോ യുവർ ഡ്രീംസ്, ബി ദ ബെസ്റ്റ് വെർഷൻ ഓഫ് യു, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ഡയറക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റഡി ടേബിൾ ഈ ഭാഗം നോക്കിയില്ലായിരുന്നു. ഇവിടെ ഒരു ഗ്ലോബ് ക്യാൻഡിയുടെ ക്യാൻഡി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാം. പിന്നെ എൻ്റെ പെൻസിൽ ഹോൾഡറാണ്. അവിടെ യൂണിക്കോണിൻ്റെ ഒരു പേന, പെൻസിൽ, 2 സ്കെയില്, മിക്കി മൗസിൻ്റെ, പിന്നെ ഒരു ബണ്ണിയുടെയും സ്കെയില്, പിന്നെ എൻ്റെ ബ്ലൂ കളർ പെന്ന്, പിന്നെ 2 ക്യൂട്ടായിട്ടുള്ള പെന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കർ, അങ്ങനെ സ്കെച്ച്, ബ്ലൂ പെൻ, അങ്ങനെ ഒത്തിരി വൈറ്റ്നർ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഡോംസിൻ്റെ ക്രിസ്റ്റൽ ഷാർപ്പ്നറാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റോസിൻ്റെ തന്നെ ഉള്ള റോസ് ഷാർപ്പ്നറാണ്. പിന്നെ ഇവിടെ എൻ്റെ ഡയറി, കളർ പേപ്പർ, അങ്ങനെ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇറേസർ, ഷാർപ്പ്നറും പെൻസിലും അങ്ങനത്തെ അതൊക്കെ വെക്കുന്നൊരു ബോക്സാണ്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഡോംസിൻ്റെ പെൻസിൽ, ആർട്ട്ലൈൻ്റെ പെൻസിൽ, പിന്നെ ഗ്രിപ്പറിൻ്റെ പേന, പിന്നെ 2 പൗച്ച്, അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. പെൻസിൽ, പേന, അങ്ങനത്തെ ഡെയിലി എസെൻഷ്യൽസ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു DIY ഡെസ്ക് ഹോൾഡറാണ്. അപ്പോൾ ഇവിടെ മണ്ടയ്ക്ക് പോസ്റ്റൽ ക്രയോൺസും വാഷി ടേപ്സും ഒക്കെ വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് താഴേന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ, പിന്നെ DIY പെൻസിൽ പൗച്ച്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ ഇപ്പുറത്തെ ഇതിൽ എൻ്റെ ഹൈലൈറ്റേഴ്സും കളർ പെൻസിലും അങ്ങനെ നോട്ട്സ് ടേക്കിങ്ങിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെൻ്റെ ഫ്രണ്ട് തന്നൊരു റിങ്ങാണ്, ഒരു പകുതി ഹേർട്ടിൻ്റെ ഒരു റിങ്ങാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഒത്തിരി ജേർണലിങ്ങിന് വേണ്ടിയുള്ള വാഷി ടേപ്സ്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പെൻസിൽ ടോപ്പേഴ്സും, പിന്നെ കളറ് പെൻസില്, പേന, അങ്ങനത്തെ കളർ പെൻസിൽസും കളർ പെന്നും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് മിനി മണി ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷെൽഫിൽ. ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കലണ്ടർ, പിന്നെ എൻ്റെ കുഞ്ഞി ഡക്ക്, എന്നിട്ട് എൻ്റെ ക്യൂട്ടുള്ള പിങ്ക് സ്പീക്കർ. പിന്നെ താഴെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയർ ഉണ്ട് വേണ്ട. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോയർ ചാർജർ, ഇയർഫോൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ താഴത്തെ ഡ്രോയർ ക്യാരംസിൻ്റെ ഓരോ സാധനങ്ങളാണ്. പിന്നെ ഇപ്പുറത്തെ എൻ്റെ കുഞ്ഞി ഡയറി, BTSൻ്റെ അല്ലെങ്കിൽ ജേർണലിങ്ങിൻ്റെ ഒക്കെ ഉള്ള കുഞ്ഞു ഡയറി. പിന്നെ അനിയൻ്റെ BTS സ്പീക്കർ, മുകളിൽ എൻ്റെയും താഴെ അനിയൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത്. പിന്നെ ഇതെൻ്റെ യൂണിക്കോണിൻ്റെ പൗച്ചാണ്. പിന്നെ താഴെ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു കളിപ്പാട്, നമ്മൾ താഴത്തെ ബട്ടണിൽ ഞെക്കിയിട്ട് ആ റിങ്സിനെ പൊക്കി ആ കൊക്കിൻ്റെ ഇങ്ങനെ കഴുത്തുകളായിട്ട് ഇങ്ങനെ പൊക്കി ഇടണം. ഞാൻ ഒരു പച്ച കളർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റഡി ടേബിൾ. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഫുൾ ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു സ്റ്റൂൾ. ഇവിടെ ഒരു സ്റ്റൂളിൽ ഒത്തിരി എൻ്റെ നോട്ട്ബുക്സ്, അങ്ങനത്തെ ബുക്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എൻ്റെ നോട്ട്ബുക്സ് വെക്കുന്നു. പിന്നെ ഇവിടെ എൻ്റെ സ്പിന്നർ ഇരിപ്പുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ അടുത്ത ബെഡാണ്. ഇവിടെ 2 കുഷ്യൻസ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ എൻ്റെ ബെഡിൻ്റെ ഇതാണ്. ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബണ്ണിയാണ്, ഒരു നല്ല ഫറീൻ്റെ ആയിട്ടുള്ളൊരു ബണ്ണി, കുഞ്ഞൊരു ബണ്ണിക്കുട്ടി. പിന്നെ തൊട്ടപ്പുറത്തായിട്ടുള്ളത് എൻ്റെ ടെഡിയാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എനിക്ക് ഓണത്തിന് ഗിഫ്റ്റായിട്ട് ഞാൻ അച്ഛനമ്മ വാങ്ങിച്ചു തന്നെയാണ്. എനിക്ക് ഈ ഫറീൻ്റെയൊക്കെ സംഭവങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ താഴെ തന്നെ ഒരു ഫറീൻ്റെ പിങ്ക് കളർ ഫറീൻ്റെ കുഷ്യൻ ഇരിപ്പുണ്ട്. ഒരു ലവർ ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ടെഡിയുടെ ഇവിടെ ഞാൻ ഈ കുഷ്യനും ടെഡിയും വന്നു. പിന്നെ ഇപ്പോഴത്തെ അടുത്ത ആൾക്കാരാണ് ടോം ആൻഡ് ജെറിയുടെ 2 സ്റ്റഫ് ടോയ്, പിന്നെ പെൻഗ്വിന്, പിന്നെ ജംബോ, പിന്നെ മിന്നി മൗസ്, എന്നിട്ട് യൂണിക്കോൺ. ഈ യൂണിക്കോണും ജംബോയും പെൻഗ്വിനും പിന്നെ ആ ബണ്ണിയുടെയും കൂടെ 3 എൻ്റെ അനിയൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ DIY ചെയ്തൊരു ക്രൗണ്ട് കുഷ്യനാണ്. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ചെയ്തത്. പിന്നെ ഇപ്പുറത്തെ ഒരു കുഷ്യൻ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചതാണ്, പൂക്കളും ബട്ടർഫ്ലൈ അങ്ങനെയുള്ളൊരു പടം വരച്ചതാണ്. പിന്നെ മുകളിലത്തെ ഷെൽഫിൽ ഞാൻ DIY ചെയ്തൊരു ബ്ലാക്ക് പിങ്കിൻ്റെ ഒരു കുഞ്ഞി പൗച്ച് ഇരിപ്പുണ്ട്. പിന്നെ മുകളിൽ ഞാൻ വാട്ടർഫാൾസിനെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ചാണ് വരച്ചൊരു പടം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് മൗഗ്ലിയുടെ ഒരു പടമുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ലവ് സെൽ എന്ന് എഴുതിയിട്ടുണ്ട്, ഗേൾസ് അങ്ങനെ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ ഞാൻ 4-5 വർഷം ഇത് വാങ്ങിച്ചിട്ടൊരു മാജിക് സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റാറിൻ്റെ, അത് ഞാൻ അവിടെ ഒരു ആണിയിൽ തൂക്കിയിട്ടേക്കാണ്. പിന്നെ ഞാൻ വെൽക്കം എഴുതിയേക്കുന്നത് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. പിന്നെ താഴെ കലണ്ടറുണ്ട്. പിന്നെ എൻ്റെ മാസ്കാണ് ഇത് ടൈഗറിൻ്റെ മാസ്ക് ഞാൻ ബാലഭൂമിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. ഇതുപോലെ ഒത്തിരി മാസ്കുകൾ ഇരിപ്പുണ്ട്. പിന്നെ തൊട്ട് പോലെ തന്നെ സീറ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഈ ടൈഗറിൻ്റെ മാസ്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫോട്ടോ ആൽബമാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നടന്നൊരു ഡാൻസിൻ്റെ അല്ലാതെ ഏതാണ് ഞാനൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ, പിന്നെ അച്ഛൻ്റെ ഒരു ഫോട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞ സ്കൂളിൻ്റെ ഫോട്ടോ ആണ്. അങ്ങനെ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ മുതുബായി ചെയ്തൊരു ഫോട്ടോ, പിന്നെ എൻ്റെ പണ്ടത്തെ LKG സമയത്തുള്ളൊരു ഫോട്ടോ ആണത്. എൻ്റെ അമ്മയുടെയൊക്കെ ഒരു ഫോട്ടോ, പിന്നെ എൻ്റെ അച്ഛൻ്റെ 2 ഫോട്ടോ, പിന്നെ ഫോട്ടോ ബോർഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഇതാണ് എൻ്റെ ടെഡി ബ്ലൂ ആയിട്ട് അതൊരു ബ്ലൂ കളറിലൊരു ക്ലൗഡ്സിൻ്റെ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അഞ്ജലി ആൻഡ് അർജുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ച് തന്നെ വരച്ചൊരു സീക്കിംഗ് എന്നുള്ള ബോട്ടിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ചേച്ചി ഉണ്ടാക്കി തന്ന താക്കോല് വെക്കുന്ന സംഭവമാണ്. പിന്നെ താഴെ എൻ്റെ ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്. അവിടെ എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനും അച്ഛനും അമ്മയും. പിന്നെ നമ്മൾ എണീച്ച് വരുമ്പോൾ തന്നെ കാണാൻ ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ എൻ്റെ യൂണിഫോം, പിന്നെ ഇപ്പം ഇതൊരു സ്റ്റാൻഡാണ്. പിന്നെ മഴക്കാലം ഉണ്ട്, കൊട എൻ്റെ കൊട. പിന്നെ എൻ്റെ യൂണിഫോം ഞാൻ ഇപ്പോൾ പർപ്പിൾ ബെൽറ്റ് ആയിട്ടുണ്ട് യൂണിഫോം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ ഡ്രസ്സിങ് ടേബിളാണ്, ഞാൻ DIY ചെയ്ത ഡ്രസ്സിങ് ടേബിൾ. അപ്പോൾ ഇവിടെ സൈഡിൽ എൻ്റെ ഒത്തിരി ഹെയർ ബോ വെച്ചിട്ട് ഒത്തിരി ഹെയർ ബോ ക്ലോത്തിൻ്റെ, പിന്നെ വൈറ്റ് റെഡ് ബ്ലൂ ഉള്ളൊരു ഹെയർ ബോ, പിന്നെ ബണ്ണിയുടെ, പിന്നെ ഞാൻ DIY ചെയ്ത മിന്നി മൗസ് ഹെയർ ബോ, അങ്ങനെ. പിന്നെ ഇത് മാസ്കുകളാണ്, ഒത്തിരി മാസ്കുകൾ. പിന്നെ ഇവിടെയൊക്കെ തൂക്കിയിട്ടേക്കാണ് മാസ്കുകൾ. പിന്നെ ഇവിടെ എൻ്റെ ഒരു 2 മിന്നി മൗസിൻ്റെ മാസ്ക്. പിന്നെ താഴെ എൻ്റെ വീണ്ടും ബാക്കിയുള്ള ഹെയർ ബോസാണ്, ഒരു ചുമന്നത്, പിന്നെ ചേച്ചി എന്നതിന്, പിന്നെ 2 ഫറിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഫറിൻ്റെ ഒരു ഹെയർ ബോ,
പിന്നെ മുകളിൽ എൻ്റെ മാലകളൊക്കെ ഉണ്ട്, ബണ്ണിയുടെ ഒരു മാല, അങ്ങനെ ഒത്തിരി മാലകളുണ്ട്. പിന്നെ താഴെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പിന്നെ വേറൊരു മാല. പിന്നെ ഇപ്പോഴത്തായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മാമൻ പ്രസൻ്റായിട്ട് തന്ന ഒരു നെക്ലസ്സാണ്. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന 2 മാലകളാണ്. പിന്നെ എൻ്റെ ബാംഗിൾസാണിത്, ഞാൻ 2 ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ മോതിരം, എൻ്റെ ഒരു മോതിരമാണ്, പിന്നെ ഒരു മാല, പിന്നെ ഇത് കമ്മലൊക്കെ ഒത്തിരി കമ്മലുകളുണ്ട്, റിങ്സിൻ്റെ കമ്മൽ, അങ്ങനെ ഇവിടെ ഫുൾ കമ്മലുകളാണ് തൂക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കൈയിടുന്ന ചെയിന്, പിന്നെ താഴെ ഞാൻ പറഞ്ഞല്ലോ കമ്മൽ, മോതിരം, പിന്നെ കൈയിടുന്നൊരു ബാൻഡ് പോലത്തെ സംഭവം. അത്രയേ ഉള്ളൂ ഈ ഭാഗത്ത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ഹാൻഡ് ബാഗുണ്ട്, പിന്നെ എൻ്റെ ഒരു ഹെയർ ബാൻഡും ഇരിപ്പുണ്ട്. പിന്നെ താഴെന്ന് പറഞ്ഞാൽ ഒത്തിരി ബണ്ണുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന ബണ്ണാണ്. പിന്നെ ഇവിടെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ള ബണ്ണ്, പിന്നെ അകത്ത് വേറെ ഒത്തിരി ബണ്ണുകൾ. പിന്നെ ഇതിൽ ഞാൻ DIY ഒരു ഷെൽഫാണ്, ഇവിടെ കുഞ്ഞി ക്ലിപ്പുകൾ. പിന്നെ ഇവിടെ എൻ്റെ ഒരു DIY ചെയ്തൊരു ക്ലിപ്പാണ്, ബോ ക്ലിപ്പ്. പിന്നെ ഇത് ഒത്തിരി ബീഡ്സിൻ്റെ മാല, അതൊക്കെ ഇത് ഞാൻ DIY ചെയ്തൊരു ബോക്സ് പോലെ ചെയ്തതാണ്. പിന്നെ ഇവിടെ എൻ്റെ നെയിൽ പോളിഷുകളാണ്, ഞാൻ ക്യൂട്ടായിട്ടുള്ള ലൈറ്റായിട്ടുള്ള കളേഴ്സാണ്, അതിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. പിന്നെ ഫുള്ള് നെയിൽ പോളിഷ്, പിന്നെ ചെറിയൊരു പോൺസിൻ്റെ പൗഡറിൻ്റെ ഇതുണ്ട്. പിന്നെ എൻ്റെ പൗച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ക്ലച്ചർ, അതിൻ്റെ പൊട്ട്, പിന്നെ ക്ലിപ്പുകൾ, പിന്നെ മാല, ഒത്തിരി മാലയുണ്ട്. പിന്നെ എൻ്റെ ബോ ക്ലിപ്പ്, പിന്നെ 2 മാലകൾ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വാച്ച്, പിന്നെ ഇവിടെ എൻ്റെ കോമ്പിരിപ്പുണ്ട്, പിന്നെ എൻ്റെ ക്ലിപ്പ്, എൻ്റെ ഹാറ്റിൻ്റെ ക്ലിപ്പ്, പിന്നെ എൻ്റെ കോമ്പ്, പിന്നെ താഴെ മാല, വള, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഡ്രസ്സ് ഇടുന്നൊരു ബാസ്ക്കറ്റാണ്. പിന്നെ തൊട്ടപ്പോൾ സ്റ്റൂളിൽ എൻ്റെ സ്കൂൾ ബാഗ് വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സ്കൂളിൽ കൊണ്ട് എളുപ്പം അവിടെ. പിന്നെ ഇവിടെ എൻ്റെ മെഡൽസൊക്കെ വെച്ചിട്ടുണ്ട്, കരാട്ടയ്ക്കും ഡ്രോയിങ്ങിനും അതിനൊക്കെ കിട്ടിയ മെഡലുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. അവിടെ തന്നെ എൻ്റെ ഹാറ്റും ഞാൻ തൂക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഭാഗം ഞാൻ കാണിക്കാൻ വന്നു, ഇതൊരു വോൾ ഡെക്കറാണ്. ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചപ്പോൾ പന്ന ഗ്ലിറ്റർ പേപ്പർ ആയപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം, അതിന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തോട്ട്സൊക്കെ എഴുതി ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ഈ വോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ 5-6 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം, ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. പിന്നെ ഇവിടെ ഞാൻ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് എൻ്റെ റൂം കിടക്കുന്നത്. പിന്നെ ബുക്കും പേപ്പറൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് കരുതുന്നു. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, ഞാൻ ഏതെങ്കിലും പുതിയ വീഡിയോ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.